ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു എജുബിൾസ് ലേണിംഗ്. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, NCERT 2026 ഈ വർഷത്തെ എക്സാം എഴുതിയിട്ട് ഈ വർഷം കേരളത്തിൽ ഒരുപാട് NCERT വഴി ആപ്ലിക്കേഷൻ കൊടുക്കുന്ന ITP പ്രോഗ്രാമിൻ്റെ സ്ഥാപനങ്ങൾ ഏതൊക്കെയാണ് എന്ന് അന്വേഷിക്കുന്ന ഒരുപാട് വിദ്യാർത്ഥികളായിരിക്കും. അവിടുത്തെ അപ്ഡേറ്റ്സ് ആണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഇന്ന് നമുക്ക് കേരളത്തിൽ NCERT എക്സാം വഴി ITP പ്രോഗ്രാം പ്രൊവൈഡ് ചെയ്യുന്ന സെൽഫ് ഫിനാൻസിങ് പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂഷനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് പ്രധാനമായിട്ട് പറയാനുള്ളത് 3 കോളേജുകളാണ്. അത് 2 എണ്ണം നമുക്ക് വരുന്നത്, 3 എണ്ണവും നമുക്ക് ഏകദേശം വരുന്നത് മലപ്പുറം ജില്ലയിലാണ്. ഒന്നാമത്തത് അമൽ കോളേജ് ഓഫ് അഡ്വാൻസ്ഡ് സ്റ്റഡീസ് നിലമ്പൂർ. ഇത് ഈ വർഷം സ്റ്റാർട്ട് ചെയ്തതാണ്. കഴിഞ്ഞ വർഷം തന്നെ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് സാഫി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അഡ്വാൻസ്ഡ് സ്റ്റഡീസ്, അതുപോലെ തന്നെ മജ്ലിസ് ആർട്സ് ആൻഡ് സയൻസ് കോളേജ്. ഇത് 3ലേക്കുള്ള ആപ്ലിക്കേഷൻ പ്രോസസ്സ് ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പം തന്നെ അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇതിൽ ഞാൻ ഓരോന്നിൻ്റെയും ലാസ്റ്റ് ഡേറ്റ് കാര്യങ്ങൾ ഇവിടെ പറഞ്ഞുതരാം. അമൽ കോളേജിലേക്ക് നോക്കുമ്പോൾ നമുക്കതിൻ്റെ ലാസ്റ്റ് ഡേറ്റ് വരുന്നത് 18-ാം തീയതിയാണ്. ഈ മാസം 18 ജൂണിനാണ് ലാസ്റ്റ് ഡേറ്റ് വരുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് നേരിട്ട് അവരുടെ സൈറ്റിൽ കയറിയിട്ട് ആപ്ലിക്കേഷൻസ് കൊടുക്കാവുന്നതാണ്. അവർ പ്രൊവൈഡ് ചെയ്യുന്ന കോഴ്സുകളെ കുറിച്ച് പറയുകയാണെങ്കിൽ അവർ പ്രധാനമായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നത് BA അറബിക്കും ഹിസ്റ്ററിയും മിഡിൽ പ്രോഗ്രാമും, അതുപോലെ തന്നെ BCom BEdും BSc BEdും സെക്കൻഡറിയാണ്. BSc BEdൽ ഫിസിക്സും മാത്സും ആണ് അവൈലബിൾ ആയിട്ടുള്ളത്. നിങ്ങൾക്ക് കൺസേൺ സബ്ജക്റ്റ്, അതായത് അറബിക്കിനാണ് അറബിക്ക് NCERT എക്സാം ചൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് അപ്ലൈ ചെയ്യാം. ഹിസ്റ്ററിക്ക് ഹിസ്റ്ററി എഴുതിയിട്ടുണ്ടെങ്കിൽ അങ്ങോട്ട് അപ്ലൈ ചെയ്യാം. BCom BEdന് അക്കൗണ്ടൻസി ബിസിനസ് സ്റ്റഡീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാം. പിന്നെ ഫിസിക്സിന് ഫിസിക്സ് എഴുതിയിട്ടുണ്ടെങ്കിൽ മാത്സിന് മാത്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാം. ഇത് തന്നെയാണ് 3 സ്ഥലത്തേക്കുള്ള ക്രൈറ്റീരിയ. കൺസേൺഡ് സബ്ജക്റ്റ് നിങ്ങൾ അപ്ലൈ എഴുതിയിരിക്കുക എന്നുള്ളതാണ്. ഇനി നമുക്ക് മജ്ലിസിലേക്ക് നോക്കുകയാണെങ്കിൽ അതിൻ്റെ ലാസ്റ്റ് ഡേറ്റ് പറയുന്നത് ജൂൺ 12-നാണ് പറയുന്നത്. അപ്പോൾ അതിന് മുമ്പായിട്ട് അപ്ലൈ ചെയ്യാൻ ഉദ്ദേശിക്കുക. ജൂൺ 10 സാഫി കോളേജ് പറഞ്ഞിട്ടുള്ള ലാസ്റ്റ് ഡേറ്റ്. പക്ഷേ നിങ്ങൾക്ക് അവരുമായിട്ട് ബന്ധപ്പെടാൻ മേ ബി എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ടാവാം ഡേറ്റ്. അവരിപ്പോഴും അവരുടെ സൈറ്റിൽ നമുക്ക് നോക്കാം അപ്ലിക്കേഷൻസ് കൊടുക്കാൻ പറ്റുന്നുണ്ടോ എന്നുള്ളത്. അമലിൻ്റെയും മജ്ലിസിൻ്റെയും സാഫിയുടെയും കാര്യങ്ങൾ നമുക്ക് അവിടുത്തെ പ്രോഗ്രാമുകൾ കോഴ്സുകൾ നോക്കുകയാണെങ്കിൽ സാഫിയെ സംബന്ധിച്ചിടത്തോളം സാഫിയിൽ പ്രൊവൈഡ് ചെയ്യുന്ന പ്രോഗ്രാംസ് നമുക്ക് നോക്കുകയാണെങ്കിൽ അവിടേക്ക് വരുന്നത് BA ഇംഗ്ലീഷ് സെക്കൻഡറി 25 ഇൻടേക്കാണ്. BA എക്കണോമിക്സ് സെക്കൻഡറി 25 ഇൻടേക്കാണ്. അതുപോലെ തന്നെ BSc BEd ഫിസിക്സ് സെക്കൻഡറി ഇൻടേക്ക് 13, കെമിസ്ട്രി 12, ബോട്ടണി 12, സുവോളജി എന്ത് ചെയ്യുന്നത് 13. ആനുവൽ ഇൻടേക്ക് വരുന്ന 100 സീറ്റാണ്. 4 വർഷം കൊണ്ട് ഇത്രയും പ്രോഗ്രാംസ് കാര്യങ്ങളാണ് വരുന്നത്. അവരുടെ ഫീസ് സ്ട്രക്ചർ വരുമ്പം നമുക്കിത് ഇവരുടെ സൈറ്റിൽ എന്തായിട്ടില്ല, ഫീസ് സ്ട്രക്ചർ ഇപ്പോൾ നിലവിൽ അവൈലബിൾ ആയിട്ടില്ല. നിങ്ങൾക്ക് ഇവിടെ ആയിട്ട് നിങ്ങൾക്ക് അവരുടെ കോളേജുമായിട്ട് നിങ്ങൾക്ക് ഡയറക്റ്റ് കണക്ട് ചെയ്യാം. ഇപ്പോഴും അവിടെ അപ്ലൈ നൗ എന്ന് എടുത്ത് നോക്കിയാൽ ഇപ്പോഴും എന്ത് ചെയ്യാം, അവർ ആപ്ലിക്കേഷൻസ് എന്ത് ചെയ്തിട്ടുണ്ട്, ഇപ്പോഴും നിലവിൽ എക്സ്പെക്റ്റ് ചെയ്യുന്നു എന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. സാഫി ഇൻസ്റ്റിറ്റ്യൂട്ടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഈ മജ്ലിസ് ആർട്സ് ആൻഡ് സയൻസ് കോളേജിലേക്ക് പോകുമ്പോൾ അവിടത്തേക്കുള്ള പ്രോസ്പെക്ട്സ് കാര്യങ്ങൾ നമുക്ക് നോക്കുകയാണെങ്കിൽ അവരുടെ സൈറ്റിൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള പ്രോസ്പെക്ട്സ് എടുത്ത് നോക്കുകയാണെങ്കിൽ അവർ ഇൻ്റഗ്രേറ്റഡ് എഡ്യൂക്കേഷൻ പ്രോഗ്രാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതിലേക്ക് നോക്കുമ്പോൾ അവർ ഓഫർ ചെയ്യുന്ന പ്രോഗ്രാംസ് BA പ്രിപ്പറേറ്ററി ലെവലിലാണ് അതിൽ പറയുന്നത്. BA ഇംഗ്ലീഷ്, അറബിക്ക്, മലയാളം, ഹിസ്റ്ററി. ഇതിൽ ഈ വർഷം സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള സബ്ജക്റ്റ് ഇത് 3-4 സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് എന്ന് നിങ്ങൾ ഈ ഒരു കണക്ഷൻ നമ്പറിൽ കോൺടാക്ട് ചെയ്ത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇവിടെ നിങ്ങൾക്ക് അവരുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ കോൺടാക്ട്സ് നമ്പർ അവൈലബിൾ ആണ്. അപ്പോൾ ഈ നമ്പറിൽ നിങ്ങൾ എന്ത് ചെയ്ത് നിർബന്ധമായി കണക്ട് ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ മിഡിൽ പ്രോഗ്രാമിലേക്ക് വരുമ്പം ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്, സുവോളജി, ബോട്ടണി. സെക്കൻഡറി പ്രോഗ്രാമായിട്ടുള്ള BCom BEd ഇത്രയും പ്രോഗ്രാമുകളാണ് മജ്ലിസ് ആർട്സ് ആൻഡ് സയൻസ് കോളേജ് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ഇനി അതിൽ അവർക്ക് നിങ്ങൾ എന്ത് ചെയ്യാം, സൈറ്റിൽ കയറിയിട്ട് നേരെ ആപ്ലിക്കേഷനിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അവരുടെ സൈറ്റിൽ നിങ്ങൾക്ക് നേരെ ആപ്ലിക്കേഷൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായിട്ടും പറയാനുള്ളത്. അപ്പോൾ നിങ്ങൾ കേരളത്തിൽ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഈ 3 സ്ഥാപനങ്ങൾക്ക് പുറമെ നമുക്ക് ഇനി അടുത്തായിട്ട് വരുന്നത് ഇതുവരെ ആപ്ലിക്കേഷൻസ് വിളിക്കാത്ത 2 സ്ഥാപനങ്ങൾ ഇപ്പോൾ നമ്മുടെ മുമ്പിലുണ്ട്. ഇതുവരെ ആപ്ലിക്കേഷൻസ് വിളിക്കാത്ത 2 സ്ഥാപനങ്ങൾ പ്രൈവറ്റ് ഇതായിട്ട് നോക്കുകയാണെങ്കിൽ നമുക്ക് പ്രധാനമായിട്ടും നമുക്കുള്ളത് ഒന്ന് ശ്രീ ശങ്കരാചാര്യ യൂണിവേഴ്സിറ്റി കാലടിയാണ്. ഓക്കെ, കാലടിയിലെ സംസ്കൃത സർവകലാശാല ഇതുവരെ ആപ്ലിക്കേഷൻസ് വിളിച്ചിട്ടില്ല. SUSS കാലടിയാണ് ഇനി ഒന്ന് വിളിക്കാനുള്ളത്. പിന്നെ അടുത്തതായിട്ട് വിളിക്കാനുള്ളത് നമുക്കറിയാം സെൻട്രൽ സംസ്കൃത് യൂണിവേഴ്സിറ്റി, ഗുരുവായൂരുള്ള സെൻട്രൽ സംസ്കൃത് യൂണിവേഴ്സിറ്റി വിളിക്കാനുണ്ട്. ഈ ഗുരുവായൂരുള്ള അവിടെ ഉള്ള BA കോഴ്സുകൾക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. ഇനി അടുത്തായിട്ട് നമുക്ക് നോക്കുകയാണെങ്കിൽ ഈ 2 SUSS കാലഡിയും സെൻട്രൽ സംസ്കൃത് യൂണിവേഴ്സിറ്റിക്കും പുറമെ നമുക്കറിയാം കേരളത്തിൽ ആദ്യമേ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള 2 സ്ഥാപനങ്ങൾ, ഗവൺമെൻറ് സ്ഥാപനങ്ങൾ അല്ലേ. ഇതിന് രണ്ടിന് പുറമെ ഈ 5 സ്ഥാപനങ്ങൾക്ക് പുറമെ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള 2 ഗവൺമെൻറ് സ്ഥാപനങ്ങൾ ഏതൊക്കെയാണ്? CU കേരളയും
NIT കാലിക്കറ്റും അല്ലേ, NIT കാലിക്കറ്റ്, ഇത് രണ്ടും ഇതുവരെ ആപ്ലിക്കേഷൻസ് വിളിച്ചിട്ടില്ല. നിങ്ങൾക്ക് ടൈം ടു ടൈം അപ്ഡേഷൻസ് ആവശ്യമാണെങ്കിൽ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പ് താഴെ പിൻ ചെയ്ത് വെക്കാം. NCET അഡ്മിഷൻ ഹെൽപ്പ് ഡെസ്ക് വാട്സപ്പ് ഗ്രൂപ്പ്, അതിൽ ജോയിൻ ചെയ്താൽ ടൈം ടു ടൈം അപ്ഡേറ്റ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പം നിങ്ങൾ ഈ 3 സ്ഥാപനങ്ങളിലേക്ക്, അതായത് അമൽ കോളേജ്, സാഫി, മജിൽസ് എന്നീ സ്ഥലങ്ങളിലേക്ക് അഡ്മിഷൻസ് നോക്കുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ അപ്ലൈ ചെയ്യാം. അവരുടെ കൗൺസിലിംഗ് പ്രോസസ് കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം ഇത്രയേ ഉള്ളൂ. ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. കൂടുതൽ NCET അപ്ഡേറ്റ്സിന് ലഭ്യമാവാൻ നമ്മുടെ വെബിനാർ കാര്യങ്ങൾ അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് താഴെയുള്ള വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്താൽ ടൈം ടു ടൈം ആയി നിങ്ങൾക്ക് അപ്ഡേഷൻസ് ലഭിക്കുന്നതാണ്. ഓക്കെ, താങ്ക് യു ഫോർ ലിസണിങ് ദിസ് വീഡിയോ.